ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 17ാമത്തെ സീസണിലെ അവസാന മത്സരത്തിൽ ഒരിക്കൽ കൂടി മുംബൈ ഇന്ത്യൻസ് തോറ്റ് തലകുനിക്കുകയായിരുന്നു. ദൈവത്തിന്റെ പോരാളികൾ തോറ്റുകൊണ്ട് തന്നെ ഈ സീസൺ അവസാനിപ്പിക്കുകയായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സീസണായിരുന്നു ഇതെന്ന് നിസ്സംശയം പറയാം. മുംബൈ ഇന്ത്യൻസ് ഫിനിഷസ് അറ്റ് നമ്പർ 10 ഇൻ ദി പോയിന്റ് ടേബിൾ. ദിസ് ഹാസ് ടു ബി ദ വേഴ്സ്റ്റ് എവർ IPL സീസൺ ഫോർ മുംബൈ ഇന്ത്യൻസ്. തീർച്ചയായും ഒരു മുംബൈ ആരാധകനെ സംബന്ധിച്ചിടത്തോളം മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സീസണാണിത്. ക്യാപ്റ്റൻസി വിവാദങ്ങളും പാളയത്തിലെ പടയും ഒക്കെ കാരണം വലിയ ലെഗസി അവകാശപ്പെടാൻ കഴിയുന്ന ആ ടീം ദൈവത്തിന്റെ പോരാളികൾ അടപടലം നാണം കെടുകയായിരുന്നു ഈ സീസണിൽ. ഈ സീസണിൽ അവരുടെ അവസാന മത്സരത്തിൽ ലക്നൗ സൂപ്പർ ജയൻസിനോട് 18 റൺസിനാണ് ആതിഥേയരായ മുംബൈ തോറ്റത്. ആദ്യം ബാറ്റ് ചെയ്ത ലക്നൗ 6 വിക്കറ്റിന് 214 റൺസ് എടുത്തപ്പോൾ മറുപടിക്ക് ഇറങ്ങിയ മുംബൈക്ക് 6 വിക്കറ്റിന് 196 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. രോഹിത് ശർമ്മ 68, നമാൻദീർ 62, നോട്ട് ഔട്ട് എന്നിവർ പൊരുതി നോക്കിയെങ്കിലും മുംബൈയെ ജയിപ്പിക്കാനായില്ല. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയ ലക്നൌവിന്റെ തുടക്കം ഒരിക്കലും മികച്ചതായിരുന്നില്ല. ക്വിന്റൻ ഡീകോക്കിന് പകരം ഓപ്പണറായി എത്തിയ മലയാളി താരം ദേവ്ദത്ത് പടിക്കൽ ഗോൾഡൻ ഡക്കായി ആദ്യ ഓവറിൽ തന്നെ പുറത്താവുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. നമുക്കറിയാം, ഈ സീസണിൽ മോശം ഫോമിലായിരുന്ന ദേവ്ദത്ത് പടിക്കൽ ആ സമയത്ത് ടീമിൽ നിന്നും പുറത്തായിരുന്നു. അതിനുശേഷം ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് അദ്ദേഹം പ്ലേയിങ് ലെവലിലേക്ക് എത്തിയത്. എന്നാൽ നുവാൻ തുഷാരിയുടെ പന്തിൽ LBയിൽ കുടുങ്ങി 0-ആയി മടങ്ങുകയായിരുന്നു അയാൾ. മറുവശത്ത് ആ സമയത്തും പതിവ് പോലെ KL രാഹുൽ പവർ പ്ലേയിൽ മെല്ലെപ്പോക്ക് ബാറ്റിംഗ് തുടർന്നു. 3-ാം നമ്പറിൽ മാർക്കസ് സ്റ്റോയിൻസ് പതിയെ തുടങ്ങി പിന്നീട് കടന്നാക്രമിക്കുന്ന കാഴ്ചയാണ് പിന്നീട് നമ്മൾ കണ്ടത്. 22 പന്തിൽ 5 4 അടക്കം 28 റൺസോടെ സ്റ്റോയിൻസ് പ്രതീക്ഷ നൽകിയ സമയമുണ്ടായിരുന്നു. എന്നാൽ പീയൂഷ് ചൗള കിടിലൻ പന്തിൽ സ്റ്റോയിൻസിനെ വിക്കറ്റ് മുന്നിൽ കൊടുക്കുകയായിരുന്നു. ദീപക് ഹൂഡയ്ക്ക് കാര്യമായൊന്നും ചെയ്യാനായില്ല. 9 പന്തിൽ 1 4 അടക്കം 11 റൺസ് നേടിയ ദീപക് ഹൂഡയെയും ചൗള മടക്കുന്നു. നിഹാൽ വധേരയുടെ ഗംഭീര ക്യാച്ചിലായിരുന്നു ഹൂഡയുടെ മടക്കം. എന്നാൽ പിന്നീട് ഒത്തുകൂടിയ KL രാഹുലും നിക്കോളാസ് പൂരനും ചേർന്ന് റൺസ് ഉയർത്തുന്നു. പൂരൻ കടന്നാക്രമിച്ചതോടെ അതിവേഗം സ്കോർ ഉയരുന്നു. 29 പന്തിൽ 5 4ഉം 8 6ഉം ഉൾപ്പെടെ 75 റൺസോടെയാണ് പൂരൻ പുറത്തായത്. നുവാൻ തുഷാരക്കായിരുന്നു വിക്കറ്റ്. കഴിഞ്ഞ മത്സരത്തിലെ ഇന്നിംഗ്സോടെ ബാറ്റിംഗിൽ സ്ഥാനക്കയറ്റം കിട്ടിയെത്തിയ അർഷദ് ഖാനെ തുഷാര ഗോൾഡൻ ഡക്കാക്കി മടക്കുന്നു. 41 പന്തിൽ 3 വീതം 6ഉം 4ഉം ഉൾപ്പെടെ 55 റൺസ് എടുത്ത രാഹുലിനെ പീയൂഷ് ചൗളയും മടക്കിയതോടെ ടീം ഹാട്രിക് മുംബൈ ആ സമയത്ത് നേടുന്നു. ആയുഷ് ബദോനി 10 പന്തിൽ 22, കൃണാൽ പാണ്ഡ്യ 7 പന്തിൽ 12 എന്നിവർ ഡെത്ത് ഓവറിൽ തകർത്തടിച്ചതോടെ 6,214 എന്ന മികച്ച ടോട്ടലിലേക്ക് എത്താൻ ലക്നൌവിന് സാധിക്കുന്നു. മുംബൈക്കായി നുവാൽ തുഷാരയും അതുപോലെ പീയൂഷ് ചൗളയും 3 വിക്കറ്റുകൾ വീതം പങ്കിടുകയുണ്ടായി. മറുപടിക്കിറങ്ങിയ മുംബൈക്കായി രോഹിത് ശർമ്മയും ഡെവാൽ ബ്രവിസുമാണ് ഓപ്പണറായത്. 3.5 ഓവറിൽ മുംബൈ വിക്കറ്റ് പോവാതെ 33 റൺസിൽ നിൽക്കവേ ശക്തമായി മഴ പെയ്തതോടെ മത്സരം ആ സമയത്ത് തടസ്സപ്പെടുന്നു. ആ സമയത്ത് രോഹിത് ശർമ്മ 13 പന്തിൽ 20 റൺസും ബ്രവിസ് 10 പന്തിൽ 9 റൺസും നേടി നിൽക്കുന്ന സമയത്താണ് മഴയെത്തിയത്. അതിനുശേഷം മഴ തോർന്നതോടെ മത്സരം വീണ്ടും ആരംഭിക്കുന്നു. 1-ാം വിക്കറ്റിൽ 88 റൺസ് കൂട്ടുകെട്ടാണ് രോഹിത്തും ഡെവാൽ ബ്രവിസും ചേർന്ന് നേടിയത്. 20 പന്തിൽ 1 4ഉം 2 6ഉം ഉൾപ്പെടെ 23 റൺസ് എടുത്ത ബ്രവിസിനെ നവീനുൽ ഹക്ക് പുറത്താക്കിയതാണ് ആ കൂട്ടുകെട്ട് പൊളിയാനുള്ള കാരണം. പിന്നീട് മുംബൈ കൂട്ട തകർച്ചയിലേക്ക് പോവുകയായിരുന്നു. സൂര്യകുമാർ യാദവിനെ കൃണാൽ പാണ്ഡ്യ ഡെക്കിന് പുറത്താക്കുന്നു. 38 പന്തിൽ 10 4ഉം 3 6ഉം ഉൾപ്പെടെ 68 റൺസ് നേടിയ രോഹിത് ശർമ്മയെ രവി ബിഷ്ണോയും മടക്കിയതോടെ മുംബൈ സമ്മർദ്ദത്തിലാവുന്നു. മുംബൈ നായകൻ ഹാർദിക് പാണ്ഡ്യ വീണ്ടും നിരാശപ്പെടുത്തിയ മത്സരമായിരുന്നു ഇത്. 13 പന്തിൽ 1 6ഉം 4ഉം ഉൾപ്പെടെ 16 റൺസ് മാത്രമേ അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞുള്ളൂ. മൊഹസിൻ ഖാനാണ് അദ്ദേഹത്തെ പുറത്താക്കിയത്. നിഹാൽ വധേരയ്ക്കും 1 റൺസ് രക്ഷകനാവാനായില്ല. ബിഷ്ണോയിയാണ് നിഹാലിനെയും പുറത്താക്കിയത്. ഇഷാൻ കിഷൻ 14 നവീന് മുമ്പിൽ ക്ലീൻ ബോൾഡ് ആവുന്നു. മറുവശത്ത് നമാൻദീർ 28 പന്തിൽ 4 4ഉം 5 6ഉം ഉൾപ്പെടെ 62 റൺസോടെ പൊരുതിയെങ്കിലും ടീമിനെ വിജയത്തിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. അങ്ങനെ മറ്റൊരു തോൽവി കൂടി മുംബൈ ഇന്ത്യൻസ് നേരിടുകയായിരുന്നു. ഈ മത്സരത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷം ഒരുപക്ഷെ ബ്ലൂ ജേഴ്സിയിൽ അവസാനത്തേതാകാവുന്ന മത്സരവും കളിച്ച് പവലിയനിലേക്ക് നടന്ന മുൻ നായകൻ രോഹിത് ശർമ്മയ്ക്ക് ആരാധകർ ബഹുമാന പുരസ്സരം നൽകിയ ആ ഒരു സ്റ്റാൻഡിംഗ് ഓവേഷനാണ്. രോഹിത്തിന് കിട്ടിയ ആ ഒരു സ്റ്റാൻഡിംഗ് ഓവേഷൻ. If this is the end of him in blue and gold, it was a bitter way to start off with. He made sure to finish it in the best way. 417 runs, top scorer for Mumbai Indians. മുംബൈയിലെ തന്റെ അവസാന മത്സരം എന്നെന്നും ഓർക്കുന്നതാക്കി മാറ്റാൻ രോഹിത്തിന് സാധിച്ചു എന്ന് തന്നെ പറയാം. ഈ ഇന്നിംഗ്സിലൂടെ തകർത്തടിച്ച ഹിറ്റ്മാനായി ആർപ്പ് വിളിച്ച് മുംബൈയിലെ ആരാധകരുണ്ടായിരുന്നു. രവി ബിഷ്ണോയുടെ പന്തിൽ രോഹിത് പുറത്താകുമ്പോൾ ഗാലറി ഒരു നിമിഷം ആ സമയത്ത് നിശബ്ദമായിരുന്നു. എഴുന്നേറ്റ് നിന്ന് സ്റ്റാൻഡിംഗ് ഒവേഷനോടെ ആരാധകർ രോഹിത്തിനെ അഭിനന്ദിക്കുന്നു. ഇനിയൊരു മത്സരം മുംബൈക്കൊപ്പം രോഹിത്തിന് ഉണ്ടാവില്ലെന്ന തിരിച്ചറിവാണ് ഇത്തരമൊരു യാത്രയപ്പ് രോഹിത്തിന് കിട്ടാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഇതിന്റെ അദ്ദേഹം ആ ഇന്നിംഗ്സിൽ ഹെൻറി അടിച്ച സിക്സറുകളൊക്കെയും കാണികൾ ആവേശത്തോടു കൂടിയാണ് സ്വീകരിച്ചത്. ഈ സീസണിൽ മുംബൈയുടെ ടോപ്പ് സ്കോറായിട്ടാണ് രോഹിത് കളി അവസാനിപ്പിച്ചത്. ടീമിനെ 5 തവണ കിരീടത്തിലേക്ക് എത്തിച്ച നായകനെന്ന നിലയിൽ മുംബൈ ജേഴ്സിയിലെ അവസാന മത്സരം അവിസ്മരണീയമാക്കി മാറ്റി ഹിറ്റ്മാൻ.
ഏതായാലും ടീം വിടുകയാണെങ്കിൽ മുംബൈ ഇന്ത്യൻസിന്റെ ചരിത്രത്തിലെ ഇതിഹാസ താരമെന്ന വിശേഷണത്തോടെ തല ഉയർത്തി തന്നെയായിരിക്കും രോഹിത് പടിയിറങ്ങുക. ഈ മത്സരത്തിലെ ആദ്യത്തെ 10 ഓവറിൽ വ്യക്തമായ ആധിപത്യം നേടിയെടുക്കാൻ മുംബൈക്ക് സാധിച്ചെങ്കിലും പിന്നീടുള്ള 10 ഓവറുകൾക്കിടയിലാണ് മുംബൈ ഇന്ത്യൻസ് കളി കൈവിട്ടത്. ആ സമയത്താണ് 214 ലക്നൌവിന്റെ സ്കോർ എത്തിയത്. നിക്കോളാസ് പൂരൻ തകർത്തടിച്ചതും ആ സമയത്ത് തന്നെയായിരുന്നു. അപ്പോൾ രോഹിത് ശർമ്മയുടെ അവസാന മത്സരമായേക്കാവുന്ന, മുംബൈ ജേഴ്സിയിലെ അവസാന മത്സരമായേക്കാവുന്ന ഈ ഒരു മത്സരം, അതിനൊപ്പം ആരാധകരെ തൃപ്തിപ്പെടുത്തിക്കൊണ്ടുള്ള അദ്ദേഹത്തിന്റെ മാസ് ഹിറ്റുകൾ, മാസ് സിക്സറുകൾ. എങ്കിലും തോൽവി വഴങ്ങിയ ദൈവത്തിന്റെ പോരാളികൾ മുംബൈ ഇന്ത്യൻസ് ഈ പോയിന്റ് പട്ടികയിൽ 10ാം സ്ഥാനക്കാരായി ഫിനിഷ് ചെയ്തു എന്ന് പറയുമ്പോൾ തീർച്ചയായും അവരുടെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സീസൺ തന്നെയായി ഇത് മാറുകയുണ്ടായി.